ഹായ് SP ടോക്സ് ഹിയർ. ടേക്ക് ഓഫ് സ്റ്റഡി അബ്രോഡിന്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. മെഡിസിൻ സ്റ്റഡി അബ്രോഡ് എന്ന വിഷയത്തിൽ ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കൂടെയുള്ളത് ഡോക്ടർ സുഹറ പടുവിൽ. സൂപ്പി MBBS അബ്രോഡിൽ എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇപ്പൊ നമുക്കറിയാം UK, US, കാനഡ എന്നിങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ഈജിപ്ത്, എന്തുകൊണ്ട് ഈജിപ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ? മെയിൻ കാര്യം ഈജിപ്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ PG നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു കൺട്രിയുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. മറ്റൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, ഡോക്ടേഴ്സിന് മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ലൈസൻസിങ് എക്സാം കഴിയേണ്ടതുണ്ട്. വർക്ക് ചെയ്യാനാണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനാണെങ്കിലും. ഈജിപ്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പേപ്പർ വർക്ക് വഴിയാണ് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ഒരു എൻട്രി എക്സാം അല്ലെങ്കിൽ ലൈസൻസിങ് എക്സാം അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെയാണ് ഈ എൻട്രി എക്സാമിന്റെ പോലെ തന്നെയാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകൾ. ഇപ്പൊ നമ്മൾ UK, US, കാനഡ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ പ്രൈമറി ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി നമ്മൾ തെളിയിക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യണം. OET അല്ലെങ്കിൽ IELTS. ബാക്കിയുള്ള രാജ്യങ്ങളും ഇപ്പൊ ജർമ്മനി ആണെങ്കിൽ ജർമ്മനിയുടെ കറസ്പോണ്ടിങ് ലാംഗ്വേജിന്റെ ചെയ്യണം. ഈജിപ്തിന്റെ മെയിൻ ലാംഗ്വേജ് അറബിക് ആണെങ്കിലും നമുക്ക് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അവിടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോ ലൈക്ക് ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ടെമ്പററി ഓപ്ഷൻ ആയിട്ട് നമുക്ക് പോയി PG ചെയ്യുക എന്നുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഈജിപ്ത് തോന്നുന്നത്. അപ്പൊ സൂപ്പി മീഡിയം ഓഫ് ലേണിംഗ് അറബിക് ആണോ? അല്ല, മീഡിയം ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ബേസ്ഡ് ആയതുകൊണ്ട് പേഷ്യന്റ് ഇന്ററാക്ഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് അനിവാര്യമായതുകൊണ്ട് തന്നെ അറബി അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഇനിയിപ്പോ അറബി അറിയാത്തവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് കോഴ്സ് ആണെങ്കിലും നമ്മൾ ആ ലാംഗ്വേജിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. സോ അപ്പൊ അറബി അറിഞ്ഞിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടും നല്ലത് തന്നെ. ഓക്കെ, ഇത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കാണ്, സൂപ്പി എങ്ങനെ ഈജിപ്തിൽ? അതായത് ഞാൻ നാട്ടിൽ നിന്ന് MBBS കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷം, ഒരു 6ഓളം വർഷം അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോ ബേസിക്കലി ഞാൻ ഫാമിലി ആയിട്ട് അബുദാബിയിലാണ് സെറ്റിൽ ആയിട്ടുള്ളത്. സോ ജനറൽ പ്രാക്ടീഷണർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് തിരിച്ച് അബുദാബിയിൽ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ടെമ്പററി ഓപ്ഷൻ, ഓക്കെ, അത് പല രാജ്യങ്ങളും ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ വളരെ കുറവായിരുന്നു. ഓക്കെ, സോ അപ്പൊ ഞാൻ ഈജിപ്തിനെ കുറിച്ച് അറിഞ്ഞപ്പോ മെയിൻ ആയിട്ട് എന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ തിരിച്ചെനിക്ക് GCCയിൽ വരണം എന്നുള്ള ഒരു പ്രൈമറി ഇന്റൻഷനോട് കൂടി തന്നെയാണ് ഞാൻ ഈ ഈജിപ്ത് ചൂസ് ചെയ്യാൻ കാരണം. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈറോ യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റർ ഡിഗ്രിയാണ് ഇൻ റേഡിയോളജി. സോ അത് 3 ഇയർ ആണ്. അപ്പം 3 ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു നമ്മുടെ കറസ്പോണ്ടിങ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന MD കോഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ കൈറോ യൂണിവേഴ്സിറ്റി ഈജിപ്തിൽ PG ചെയ്യാമെന്നുള്ളത് ചൂസ് ചെയ്തു. സൂപ്പി, PG ഈജിപ്തിൽ അഫോർഡബിൾ ആണോ? PG എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളിപ്പോ അവിടെ വർക്ക് ചെയ്യാണല്ലോ, അപ്പൊ അതിനുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? PG ഈജിപ്തില് അഫോർഡബിൾ ആണ്. അതായത് നമ്മൾ മാനേജ്മെന്റ് സീറ്റ് നാട്ടില് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാനേജ്മെന്റ് സീറ്റിൽ കൊടുക്കുന്ന അത്രത്തോളം എമൗണ്ട് നമുക്ക് വേണ്ട. പക്ഷെ നമ്മൾ ഫോറിൻ സ്റ്റുഡൻസിന് അവിടെ സ്റ്റൈപ്പൻഡ് ഇല്ല. അതുപോലെ ഈജിപ്തിലെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് അഫോർഡബിൾ ആണ്. ഭയങ്കര ചീപ്പ് എന്നല്ല, നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിമിലർ എക്സ്പെൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ലൈക്ക് PG അഫോർഡബിൾ ആണ് തീർച്ചയായും. സുബി, അതുപോലെ PG പുറത്തുനിന്ന് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ടും PGയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കണം PGയിൽ നമ്മൾ ചെയ്യേണ്ടത്. കാരണം അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ഡോക്ടർ ആവുന്നത് എന്നുള്ളത് അതനുസരിച്ചിരിക്കും. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കുക. പിന്നീട് ഇപ്പം പല കൺട്രീസിലും ഇപ്പോ PG എന്ന് പറയുന്നത് വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതായത്
ഇപ്പൊ നമ്മൾ ഈജിപ്തിൽ മാസ്റ്റർ ഡിഗ്രി എന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ വിളിക്കുന്നത്. അത് 3 വർഷത്തെ പ്രോഗ്രാമാണ്. അറ്റ് സെയിം ടൈം UK എന്ന് പറഞ്ഞാൽ അത് റെസിഡൻസിയാണ്. റെസിഡൻസി പല കോഴ്സിനും പല ഡ്യൂറേഷനിലാണ്. ഇപ്പൊ ഇന്റേണൽ മെഡിസിൻ ആണെങ്കിൽ 2 ഇയർ വരും. അതിന്റെ സബ് സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടായിരിക്കും ഫർദർ ലൈക്ക് ഇപ്പൊ നമ്മൾ റൂമറ്റോളജി അല്ലെങ്കിൽ മെഡിസിന്റെ തന്നെ സബ് ഡിവിഷൻസ് അങ്ങനെ ആയിരിക്കും. അതൊരു 3 അല്ലെങ്കിൽ 4 വർഷമൊക്കെ ഉണ്ടാകും. പിന്നെ US അത് ഫെലോഷിപ്പ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ഓരോ രാജ്യത്തും ഓരോ ഏരിയയിൽ ഇത് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് അംഗീകൃതമാണോ അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം ഉണ്ട്, കുറഞ്ഞത് എല്ലാ രാജ്യത്തിന്റെയും ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മിനിമം 3 ഇയർ എങ്കിലും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സൂപ്പി ഇപ്പോ കൈറോ യൂണിവേഴ്സിറ്റിയിലാണല്ലോ PG ചെയ്യുന്നത്. കൈറോ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒന്ന് പറയാമോ? വേൾഡ് റാങ്കിങ്ങിൽ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. അത് എല്ലാവർക്കും അറിയാം. PG പഠനം അല്ലെങ്കിൽ മെഡിസിൻ സംബന്ധമായിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും ദ മോസ്റ്റ് ലൈക്ക് നീഡഡ് റിക്വയർമെന്റ് എന്ന് വെച്ചാൽ പേഷ്യന്റ് ഇൻടേക്ക് ആണ്. അപ്പൊ പേഷ്യന്റ് ഇൻടേക്ക് അതുപോലെ നമ്മളുടെ ക്ലിനിക്കൽ എക്സ്പോഷറിന്റെ കാര്യത്തിൽ എനിക്ക് കൈറോ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയി തോന്നിയിരിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഹാൻഡ്സ് ഓൺ സ്കില്ല് ഒരു ഡോക്ടർക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് പ്രത്യേകിച്ച് മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ PG കോഴ്സിൽ നമുക്ക് പിന്നീട് ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലൂടെ കിട്ടാൻ പറ്റില്ല, നമ്മുടെ ഒരു എക്സ്പോഷർ. അപ്പൊ നമുക്ക് PG ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ അൾട്ടിമേറ്റ് ലൈക്ക് ആ സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മുടെ അൾട്ടിമേറ്റ് റിക്വയർമെന്റ് ആണ്. സോ ഞാൻ പറയും ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി വൈസ് അല്ലെങ്കിൽ കോഴ്സ് വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും കൈറോ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഈജിപ്ത് ഓൾറെഡി ഞാൻ വിസിറ്റ് ചെയ്തതാണ്. എന്റെ ചാനലിൽ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഞാൻ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാല് ഈജിപ്തിൽ ഇപ്പൊ ഞാൻ കുറച്ച് നിന്ന ടൈമില് ഒരു നല്ല കവർ ചെയ്തു. വളരെ രസകരമായ ചിന്തിപ്പിക്കുന്ന കുറച്ച് കാഴ്ചകൾ. നമ്മൾ ഒരു 20 വർഷം മുമ്പേയൊക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു, രാത്രിയൊക്കെ ആളുകൾ പുറത്തിരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നു, കോഫി കുടിക്കുന്നു, പലതരം കളികളിൽ ഏർപ്പെടുന്നു. നമ്മളിപ്പോ UAE അല്ലെങ്കിൽ ദുബായിൽ നോക്കുമ്പോൾ എന്താ ചെയ്യാം, ഫ്രീ ആണെങ്കിൽ പോലും വീട്ടിലാരും സംസാരിക്കാൻ ടൈമില്ല, ഇരുന്ന് ഫുൾ ടൈം ഫോണിൽ കളിക്കുന്നു, ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള സംഭവങ്ങള്. പക്ഷെ അവിടെ എല്ലാത്തിനും സമയമുണ്ട്. മാത്രല്ല ലേഡീസ്, ഇനി പ്രായമായ പെണ്ണുങ്ങളടക്കം വർക്കിന് പോകുന്നു. അവിടെ എല്ലാവരും തുല്യരാണ്. എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇപ്പൊ 1 ഇയർ ഇപ്പൊ സൂപ്പി ഇപ്പൊ ഈജിപ്തിൽ സ്പെൻഡ് ചെയ്തു. എന്താണ് സൂപ്പിക്ക് തോന്നിയത്? ഒന്ന് ഷെയർ ചെയ്താലും. വളരെ രസമാണ് അവരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. വളരെ രസമാണ്. പലപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വളരെയധികം ലൈക്ക് ഇപ്പൊ ഇവിടുന്ന് പോയത് കൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ആയിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ അവരുടെ ഒരു ഭാഗമായി. ഇപ്പം അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ നാട് ഒരു 10-20 വർഷം മുന്നേ പോയിട്ടുള്ള രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ്. ഞാനതിപ്പോ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലേഡീസ് ഡോമിനൻസ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ ഒത്തിരി കുട്ടികളുമായിട്ടുള്ള കണക്ഷനും ഇപ്പൊ കുറച്ച് ഫ്രണ്ട് സർക്കിളും പിന്നെ ഒരു ചെറിയ മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ ആയപ്പോ ഇപ്പൊ വളരെ രസമാണ് ഈജിപ്ത്. Supi, would you recommend Egypt for others? തീർച്ചയായും, വൈ നോട്ട്. പല സാഹചര്യങ്ങൾ കൊണ്ട് MBBS കഴിഞ്ഞതിന് ശേഷം PG എടുക്കാൻ പറ്റാത്ത ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് പോലും കുറെ സാഹചര്യങ്ങൾ കാരണം ഞാൻ പിന്നീട് അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ നേരത്തെ PGക്ക് പോയേനെ. ഓക്കെ സൂപ്പി, മേക്ക് സെൻസ്. വീണ്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഒരു ന്യൂ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ വരുന്നതാണ്. അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.